അനുസരണത്തിൻ്റെ നോവുള്ള ഇടമാണ്. മനുഷ്യ ശരീരത്തെ കർത്താവ് ഏറ്റെടുത്തു, ശരീരത്തെ കർത്താവ് സുഖപ്പെടുത്തി. ഗത്സമനിയിൽ മനുഷ്യന്റെ ഭയങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു, ആ ഭയത്തെ കർത്താവ് സുഖപ്പെടുത്തി. പ്രാർത്ഥന യുദ്ധമാണ്, ശരിയാണ്. നമ്മളിലെ മാനുഷിക താല്പര്യങ്ങളും ദൈവഹിതവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് പ്രാർത്ഥന. നീ കരയുമ്പോൾ നീ ചോദിക്കരുത് ദൈവം എവിടെയെന്ന്. നീ കരയുമ്പോൾ കർത്താവ് നിന്നോടൊപ്പം ആ സങ്കടത്തിന്റെ ഭാഗമാവുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ പാനപാത്രങ്ങൾ സ്വീകരിക്കാൻ, കുടിക്കാൻ തക്കവിധം കൃപ ഞങ്ങൾക്ക് തരണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പ് കാല ധ്യാനം, അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹത്തെയാണ് നമ്മൾ ഈ ധ്യാനിക്കുന്നതൊക്കെ. കാഴ്ചയിൽ അത് പീഠാനുഭവമാണ്, അത് സഹനമാണ്. അതിൻ്റെ പിറകിൽ മുഴുവൻ കർത്താവിൻ്റെ സ്നേഹമാണ്. ഇന്ന് 2 ആഴ്ച പിന്നിട്ട് 14-ാമത്തെ ദിവസത്തിലേക്ക് ശരിക്കും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലാണ് കേട്ടോ ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് എത്രത്തോളം തിരിച്ചറിയുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കിത് പ്രാർത്ഥനയുടെ ദൈവാനുഭവത്തിൻ്റെ നേരമാകുന്നുണ്ട് നിശ്ചയമായും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് അത്ഭുതമാണ്. കാരണം ഓസ്ട്രേലിയയിലാണ്, ധ്യാനങ്ങളിലാണ്, നിങ്ങൾക്കറിയാം. തിരക്കുകളുണ്ട്, മറ്റ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നു നമ്മുടെ യോസഫ് പിതാവിൻ്റെത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ മുടങ്ങാതെ നടന്നു പോകുന്നത് എൻ്റെ മെച്ചമൊന്നുമല്ല. ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അപ്പോഴും കർത്താവ് വലിയ കരുണയോടെ ഇതിനെ കാക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. കർത്താവിൻ്റെ വലിയ കരുണയുണ്ട് ഈ ശുശ്രൂഷയുടെ മേൽ. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഇനി 14-ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ മെല്ലെ പ്രവേശിക്കുന്നത് പീഡാസഹനത്തിൻ്റെ പാഷൻ്റെ ഒരു ഇൻറ്റൻസ് പേഴ്സണൽ ലെവലിലേക്കാണ്. അത് വളരെ വ്യക്തിപരമായ ഒരു തീവ്ര അനുഭവമായി പീഡാസഹനം മെല്ലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പീഡാനുഭവം ഒരു തോട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏതാണ് ആ തോട്ടം? ഗത്സമനി. ഗത്സമനിയിലേക്ക്, ദ ഗാർഡൻ ഓഫ് ഇന്നർ ആഗണി, സറണ്ടർ ആൻഡ് വിക്ടറി. ആത്മവ്യഥയുടെ കീഴടങ്ങലിൻ്റെ വിജയത്തിൻ്റെ തോട്ടത്തിലേക്ക്, ഗത്സമനിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അനുസരണത്തിൻ്റെ നോവുള്ള ഇടമാണ്. വേദനിച്ച് നൊമ്പരപ്പെട്ടനുസരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഗത്സമനിയിൽ കാണുന്നത്. കാൽവരിക്ക് മുമ്പ് ഒരു തോട്ടം, നമ്മൾ കാണുന്ന തോട്ടമാണ് ഗത്സമനി. പാഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് നെയിൽസ്, ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഹാർട്ട് ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് ലവ്. പീഡാസഹനം ആരംഭിക്കുന്നത് ആണികളിലല്ല, മറിച്ച് ഈ ഭാരക്കട്ടിയില്ലേ, ആ ഭാരക്കട്ടിയിൽ ഞെരിഞ്ഞമർന്ന സ്നേഹമുള്ളൊരു ഹൃദയത്തിലാണ്. അത് ഗത്സമനിയിലാണ്. സ്നേഹത്തിൻ്റെ ഭാരക്കട്ടി കൊണ്ട് ഹൃദയം പൊടിയുന്ന അനുഭവത്തിലൂടെ ഈശോ കടന്നുപോയ തോട്ടം ഗത്സമനി. ഗത്സമനിയിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് എന്ത്? അവൻ്റെ യഥാർത്ഥ മനുഷ്യത്വം. ഹിസ് ട്രൂ ഹ്യൂമാനിറ്റി ഈസ് റിവീൽഡ്, ഹിസ് ട്രൂ ഒബീഡിയൻസ് ഈസ് റിവീൽഡ്, ഹിസ് ട്രൂ ലോൺലിനെസ് ഈസ് റിവീൽഡ്, ഹിസ് ട്രൂ കറേജ് ഈസ് റിവീൽഡ്. അവൻ്റെ യഥാർത്ഥ മനുഷ്യത്വം വെളിപ്പെടുന്നു, അവൻ്റെ യഥാർത്ഥ അനുസരണം വെളിപ്പെടുന്നു, അവൻ്റെ യഥാർത്ഥ ഏകാന്തതയും അവൻ്റെ യഥാർത്ഥ ധൈര്യവും വെളിപ്പെട്ട ഇടമാണ് ഗത്സമനി. ദിസ് ഇസ് ദ പ്ലേസ് വെയർ ക്രോസ് ഈസ് അക്സെപ്റ്റഡ് ഫ്രം വിത്തിൻ. അടുത്ത ദിവസം അവൻ്റെ തോളിൽ അവൻ ചുമക്കാൻ പോകുന്ന കുരിശിനെ അവൻ അവൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത നേരമാണ് ഗത്സമനി. ഗത്സമനി ഈസ് ദ പ്ലേസ് വെയർ ക്രോസ് ഈസ് അക്സെപ്റ്റഡ് ഫ്രം വിത്തിൻ. ഉള്ളിൽ നിന്ന് കുരിശിനെ ഏറ്റെടുത്ത നിമിഷം. നമുക്ക് ഇന്ന് പ്രത്യേകം ധ്യാനിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ എടുക്കാം. മർക്കോസ് സുവിശേഷം, ഗത്സമനിയുമായിട്ട് ബന്ധപ്പെട്ട 2 വാക്യങ്ങൾ. ഒന്ന് മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 33-34 വാക്യങ്ങൾ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു,
എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അതിനോട് ചേർന്ന് അവൻ്റെ തീവ്ര അസ്വസ്ഥതയും പര്യാകുലതയും അവതരിപ്പിക്കുന്ന വാക്യം. അടുത്തത് ലൂക്കാ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 42 വാക്യം. 22-42. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറപ്പെടട്ടെ. ഈ വാക്യം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഇതിനെ ധ്യാനിക്കും. നിങ്ങൾ ഓർക്കരുത്, ഗത്സമനിയിൽ കർത്താവിൻ്റെ ബലഹീനതയാണ് വെളിപ്പെടുന്നതെന്ന് അല്ല, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് വെളിപ്പെടുന്നത്. ഈശോ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നില്ല. ഹി വാസ് നോട്ട് ബൈപാസിങ് ഫിയർ. അവൻ്റെ പേടിയിൽ നിന്ന് അവൻ ഒളിച്ചോടുകയായിരുന്നില്ല, മറിച്ച് ആ ഭയത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ആ ഭയത്തെ തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു. ഹി വാസ് നോട്ട് ബൈപാസിങ് ഫിയർ, ബട്ട് ഹി എൻറ്റേഴ്സ് ഇറ്റ് ആൻഡ് ഓഫേഴ്സ് ഇറ്റ്. ഭയത്തെ തന്നെ അവൻ സമർപ്പിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 1-2 കാര്യങ്ങൾ, 2-3 പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ്. ഒന്ന്, പാനപാത്രം, കപ്പ്, പാനപാത്രം. അതിന് പല അർത്ഥങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ കാണും. ഒന്ന്, അത് ദൈവത്തിൻ്റെ വിധിയെ സൂചിപ്പിക്കുന്നുണ്ട്, ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്. മറ്റൊന്ന്, കോൺസിക്വൻസസ് ഓഫ് സിൻ, പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ കപ്പിനെ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ബിറ്റർ പോർഷൻ ഓഫ് സഫറിങ്, സഹനത്തിൻ്റെ കയ്പനുഭവമായിട്ട് ഈ പാനപാത്രത്തെ മനസ്സിലാക്കുന്നുണ്ട്. ഈ വിധിയായിട്ട് മനസ്സിലാക്കുന്നൊരു ഭാഗം സങ്കീർത്തനം 75:8. 75-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, 75-ാം സങ്കീർത്തനം 8-ാം വാക്യം. നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞുപാത്രം, വീഞ്ഞ് നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട്, അവിടുന്ന് അത് പകർന്നു കൊടുക്കും, ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും. തൊട്ടും പറയുന്നുണ്ട്, ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്ന ദൈവമാണ്. ഇവിടെ ഈ പാനപാത്രം കർത്താവിൻ്റെ വിധിയെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, റാത്ത് ഓഫ് ഗോഡ്, ദൈവക്രോധത്തെ ഈ പാനപാത്രം സൂചിപ്പിക്കുന്നുണ്ട്. അത് ജെറമ്യ പുസ്തകം 25-ാം അധ്യായം 15-ാം വാക്യം. ഇങ്ങനെയാണത്: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് അരുളി ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ പക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെല്ലാം കുടിപ്പിക്കുക. ദൈവക്രോധത്തിൻ്റെ പാനപാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ ഇങ്ങനെ കിടന്ന് പെടഞ്ഞതുണ്ടല്ലോ, ഈശോ അവൻ്റെ മനുഷ്യത്വത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഈ ഗത്സമൻ തോട്ടത്തിൽ പെടഞ്ഞ് പ്രാർത്ഥിച്ചത് വരാനിരിക്കുന്ന വേദന, സഹനം അതല്ല, അവൻ്റെ ശാരീരിക വേദനയല്ല കർത്താവിനെ അത്രമേൽ വ്യതയിലേക്ക് തള്ളിവിട്ടത്, മറിച്ച് ദ കപ്പ് ഓഫ് ഹ്യൂമൻ സിൻ, മനുഷ്യ പാപത്തിൻ്റെ പാനപാത്രം. അബാൻഡൻമെൻറ്റ്, മനുഷ്യ പാപത്തെ കർത്താവ് ഏറ്റെടുക്കാൻ പോകുമ്പോൾ പിതാവിൽ നിന്ന് വരേണ്ട ഒരു അബാൻഡൻമെൻ്റ് ഉണ്ട്, ഒരു അകലമുണ്ട്. പിതാവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് പാപമായി അവനെ മാറ്റി ഈശോയെ. പാപവും ദൈവവും തമ്മിൽ അകലമുണ്ട്. കപ്പ് ഓഫ് വേൾഡ്സ് ഡാർക്ക്നെസ്, ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ പാനപാത്രം. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്. ആൻഡ് ഹി ഡ്രിങ്ക്സ് ഇറ്റ് ഫോർ അസ്. നമുക്ക് വേണ്ടി നിസ്സാരമായ ഒന്നല്ല. നിങ്ങൾ ഓർത്തേക്കരുത്, കേവലം നാളെ കൈത്തണ്ടയിലേക്ക് ആണി ഇറങ്ങുന്നതിനെ ഓർത്ത് കർത്താവ് കരഞ്ഞതാണെന്ന്. വലിയൊരു ആത്മവ്യഥയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. 2, ഈ ഗാർഡൻ, പഴയ നിയമത്തിൽ നമ്മൾ മറ്റൊരു തോട്ടം കാണുന്നത്. ഏതാണ് ആ തോട്ടം? ഏദൻ തോട്ടം. ഒരു വശത്ത് ഏദൻ വെച്ച്, ഒരു വശത്ത് ഈഡൻ ഗാർഡൻ, ഇപ്പുറത്ത് ഗത്സമൻ, ദ ഗാർഡൻ ഓഫ് ഗത്സമനി. ഏദനിൽ എന്താ നടന്നത്? ഡിസൊബൈഡ്, അനുസരണക്കേട് നടന്നു. ഗത്സമനിൽ നടക്കുന്നത് അനുസരണം നടക്കുന്നു. ഏദൻ തോട്ടത്തിൽ വിൽ ടേൺഡ് ഇൻവേർഡ്, മനുഷ്യൻ്റെ ഇഷ്ടം ഉള്ളിലേക്ക് തിരിഞ്ഞു. ഇവിടെ വിൽ ഈസ് സറണ്ടേർഡ്, അവൻ്റെ ഇഷ്ടം അവൻ സറണ്ടർ ചെയ്യുകയാണ്. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നു. അവിടെ ഹാർട്ട് ചോസ് സെൽഫ് ഓവർ ഗാഡ്, മനുഷ്യൻ ദൈവത്തെക്കാൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പുറത്ത് ലവ് ചൂസസ് ദ ഫാദർ, ഗത്സമനിയിൽ സ്നേഹം പിതാവിനെ തിരഞ്ഞെടുക്കുന്നു, പിതാവിനെ ഓപ്റ്റ് ചെയ്യുന്നു.
ഏദൻ തള്ളിപ്പറയലിൻ്റെ സ്ഥലം, ദൈവത്തെ തള്ളിപ്പറഞ്ഞ ഇടമാണ് ഏദൻ തോട്ടം. ഗത്സമനി ദൈവത്തിന് മുമ്പാകെ മനുഷ്യത്വം കീഴടങ്ങൽ പ്രഖ്യാപിച്ച, ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ഇടമാണ് ഗത്സമനി എന്ന് മനസ്സിലാക്കണം. മൂന്നാമതൊന്ന്, അബ്രാഹം ഇസഹാക്ക് എപ്പിസോഡ്. മോറിയ മലയിലേക്ക് അബ്രാഹം ഇസഹാക്കിനെയും കൊണ്ട് കയറിയ ആ ബലിയുടെ മലകയറ്റം. ഗത്സമനിയിൽ അബ്രാഹവും ഇസഹാക്കും ഈശോ തന്നെയാകുകയാണ്. ആ ബലി നൽകുന്നതും അബ്രാഹം, ബലി വസ്തുവാകേണ്ടത് ഇസഹാക്ക്. ഇവിടെ രണ്ടും ഒരാളാകുന്നു. അബ്രാഹവും ഇസഹാക്കും ഈശോ തന്നെയാകുകയാണ്. ജീസസ് ബിക്കംസ് ബോത്ത് ഏബ്രഹാം ആൻഡ് ഐസക്. ബലി അർപ്പിക്കുന്നവൻ അവൻ, ബലി വസ്തുവും അവൻ തന്നെ. സാൽവേഷൻ ഹിസ്റ്ററിയിൽ, രക്ഷാകര ചരിത്രത്തിൽ ഈ മൊമെൻറ്റിൻ്റെ, ഗത്സമനിയുടെ പ്രാധാന്യം ഉണ്ടെന്നറിയാമോ? അതായത് മനുഷ്യകുലത്തിന് വീഴ്ച പറ്റിയത് എവിടെയാണ്? നോട്ട് യുവർ വിൽ ബട്ട് മൈൻ. ദൈവത്തോട് മനുഷ്യൻ പറഞ്ഞു, നിന്റെ ഹിതമല്ല കർത്താവേ, എൻ്റെ ഹിതം നടപ്പിലാകപ്പെടട്ടെ എന്ന് മനുഷ്യൻ പറയുന്നതാണ് മനുഷ്യൻ്റെ വീഴ്ച, പാപം. ഗത്സമനി ഇതിനെ റിവേഴ്സ് ചെയ്യുകയാണ്, ഇതിനെ തിരുത്തുകയാണ്. ഈ വീഴ്ചയെ കർത്താവ് മാറ്റിയെടുക്കുകയാണ്. എങ്ങനെ? നോട്ട് മൈ വിൽ, എൻ്റെ ഇഷ്ടമല്ല പാ, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ്. അതോടുകൂടി മനുഷ്യകുലത്തിന് ഡീപ്പസ്റ്റ് ഹീലിംഗ്, ആഴത്തിലുള്ള സൗഖ്യം കർത്താവ് നൽകുകയാണ്. സഭാപിതാക്കന്മാർ, സെയിൻറ്റ് മാക്സിമോസ് ദ കൺഫസർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈശോയുടെ രണ്ട് വില്ല്, രണ്ട് ദൈവീക ഇഷ്ടവും മാനുഷിക ഇഷ്ടവും. ഈശോയിൽ ഡിവൈൻ നേച്ചറുമുണ്ട്, ഹ്യൂമൻ നേച്ചറുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ താല്പര്യങ്ങളുമുണ്ട്, ദൈവിക താല്പര്യങ്ങൾ. വിൽ എന്നതിൻ്റെ മലയാളത്തിൽ അതിന് ഇഷ്ടമെന്നോ താല്പര്യമെന്നോ ഒക്കെ വിചാരിച്ചു. ഇവിടെ ഗത്സമനിൽ നിന്ന് സംഭവിച്ചത് ഹ്യൂമൻ വില്ലിനെ തകർക്കുകയായിരുന്നില്ല, മാനുഷിക വശത്തെ തകർക്കുകയായില്ല ചെയ്തത്, അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? ബട്ട് അലൈൻഡ് വിത്ത് ദ ഡിവൈൻ വിൽ. ദൈവേഷ്ടത്തോട് മനുഷ്യ ഇഷ്ടത്തെ ചേർത്തു വെച്ച ഇടമാണ് ഗത്സമനി. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? റിഡംഷൻ ഹാപ്പൻസ് നോട്ട് ബൈ റിമൂവിങ് ഹ്യൂമാനിറ്റി ബട്ട് ബൈ ഹീലിംഗ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്നത് മനുഷ്യത്വത്തെ എടുത്തു മാറ്റിയിട്ടല്ല, മനുഷ്യത്വത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കർത്താവ് അതിനെ വീണ്ടെടുത്തു. ഈശോയുടെ മാനുഷിക ചോദനകളെ ദൈവിക ചോദനകളോട്, താല്പര്യങ്ങളോട് ചേർത്ത് വയ്ക്കുകയാണ്. സെൻറ്റ് ഗ്രിഗറി നസിയാൻസൻ പറയുന്ന കാര്യം, അത് ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു ആശയമാണ്. അത് ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് കേൾപ്പിക്കാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. ദാറ്റ് വിച്ച് ക്രൈസ്റ്റ് ഹാസ് നോട്ട് അസ്യൂംഡ് ഹി ഹാസ് നോട്ട് ഹീൽഡ്. കർത്താവ് ഏറ്റെടുക്കാത്തത് കർത്താവ് സുഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് ഏറ്റെടുക്കാത്തത്, അസ്യൂം ചെയ്യാത്തത് കർത്താവ് സുഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കർത്താവ് എല്ലാത്തിനെയും ഏറ്റെടുത്തു, കർത്താവ് എല്ലാത്തിനെയും സുഖപ്പെടുത്തി. അവൻ മാനുഷികതയെ കർത്താവ് ഏറ്റെടുത്തു, അവനതിനെ സുഖപ്പെടുത്തി. മനുഷ്യ ശരീരത്തെ കർത്താവ് ഏറ്റെടുത്തു, ശരീരത്തെ കർത്താവ് സുഖപ്പെടുത്തി. ഗത്സമനിയിൽ മനുഷ്യൻ്റെ ഭയങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു, ആ ഭയത്തെ കർത്താവ് സുഖപ്പെടുത്തി. മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ കർത്താവ് ഗത്സമനിയിൽ ഏറ്റെടുക്കുന്നു, അവൻ അത് ധരിക്കുന്നു, ആ നൊമ്പരം ഈശോ തന്നെ ധരിക്കുന്നു. അതോടുകൂടി അവിടെ കർത്താവ് സൗഖ്യം തരുന്നു. മനുഷ്യൻ്റെ ഏകാന്തതയെ കർത്താവ് ധരിക്കുന്നു, അവിടെ അതിന് സൗഖ്യമായിട്ടത് മാറുന്നു. പ്രലോഭനത്തെ കർത്താവ് ധരിക്കുന്നു, അവിടെ സൗഖ്യാനുഭവം വരുന്നു. വട്ട് ഈസ് നോട്ട് അസ്യൂംഡ് ഈസ് നോട്ട് ഹീൽഡ്. കർത്താവ് ധരിക്കാത്തത്, കർത്താവ് ഏറ്റെടുക്കാത്തത് സൗഖ്യം അനുഭവിച്ചിട്ടില്ല. കർത്താവ് എല്ലാം, മനുഷ്യനുമായി ബന്ധപ്പെട്ടതെല്ലാം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതെല്ലാം സുഖമാക്കപ്പെട്ടിട്ടുമുണ്ട്. ദാറ്റ് മീൻസ് നത്തിങ് ഈസ് ലെഫ്റ്റ് അൺറിഡീംഡ്. നത്തിങ് ഈസ് ലെഫ്റ്റ് അൺറിഡീംഡ്. ഒന്നും രക്ഷിക്കപ്പെടാതെ പോയിട്ടില്ല, എല്ലാം രക്ഷ അനുഭവിക്കുന്നു. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ടത്, ഡ്രിങ്ക്സ് കപ്പ് നോട്ട് ദാറ്റ് ഹി ഡിസേർവ്സ് ഇറ്റ്. കർത്താവ് ഈ പാനപാത്രം കുടിക്കുന്നത് അത് കർത്താവ് അർഹിച്ചതല്ല, കർത്താവിൻ്റെ വിധിയല്ലത് ആ പാനപാത്രം. പിന്നെ എന്തിനാണ് കർത്താവ് കുടിക്കുന്നത്? ബിക്കോസ് ഹീ ഈസ് ദ ഫിസിഷ്യൻ. വൈദ്യൻ മരുന്ന് കഴിക്കുകയാണ്. സാധാരണഗതിയിൽ രോഗി മരുന്ന് കഴിച്ച് സുഖപ്പെടുകയാണെങ്കിൽ, ഇവിടെ ഈ കൈപ്പേറിയ മരുന്ന് വൈദ്യൻ തന്നെ കഴിക്കുകയും അതിനാലെ രോഗി സുഖമാക്കപ്പെടുകയും ചെയ്യുകയാണെന്ന് എത്ര മനോഹരമായിട്ടാണ് അഗസ്തിനോസ് പുണ്യാളൻ അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്.
സാധാരണ രോഗി മരുന്ന് കഴിക്കണം, മരുന്നിന് കൈപ്പേറയാണ്. അതുകൊണ്ട് വൈദ്യൻ മരുന്ന് കഴിക്കുന്നു, രോഗി സുഖപ്പെടുന്നു. അതാണ് ഗത്സമനിയിൽ ഈശോയുടെ പീഠാനുഭവത്തിൽ ഒക്കെ സംഭവിച്ചതെന്ന് CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 612 പറയുന്നത്, ജീസസ് അക്സെപ്റ്റ്സ് ദ കപ്പ് ഗിവൺ ബൈ ദ ഫാദർ. പിതാവ് കൊടുത്ത പാനപാത്രം കർത്താവ് അനുസരണയോടെ ഏറ്റെടുത്തു. CCC 272 പറയുന്നു, പ്രയർ ഇസ് എ ബാറ്റിൽ. പ്രാർത്ഥന യുദ്ധമാണ്. ശരിയാണ്. നമ്മളിലെ മാനുഷിക താല്പര്യങ്ങളും ദൈവഹിതവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഒടുക്കം ദൈവതിരിഹിതത്തോട് നമ്മുടെ താല്പര്യങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ യുദ്ധത്തിൽ ദൈവം ജയിക്കുന്നത്. മനുഷ്യൻ ജയിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ മനുഷ്യകുലം തോറ്റുപോവുകയാണെന്ന് തിരിച്ചറിയണം. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഗത്സമനി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ ദൈവം വിദൂരത്തിരിക്കുന്നൊരു ദൈവമല്ല. നീ കരയുമ്പോൾ നീ ചോദിക്കരുത് ദൈവം എവിടെയെന്ന്. നീ കരയുമ്പോൾ കർത്താവ് നിന്നോടൊപ്പം ആ സങ്കടത്തിൻ്റെ ഭാഗമാവുകയാണ്. നീ ഭയവിഹുലനാകുമ്പോൾ നീ അറിയണം, ആ മൊമെൻറ്റിൽ നിന്നോടൊപ്പം ആ ഭയത്തെ ഏറ്റെടുത്ത് കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണം. നീ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുമ്പോൾ നിൻ്റെ ചാരത്ത് കർത്താവ് അതേ അനുഭവത്തിലൂടെ കടന്നുപോയി നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടത്, കർത്താവേ, ഈ പാനപാത്രം, ജീവിതം വെച്ച് നീട്ടുന്ന തിരുഹിതത്തിൻ്റെ പാനപാത്രങ്ങൾ, അത് പ്രത്യേകം ഓർക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ പാനപാത്രങ്ങൾ സ്വീകരിക്കാൻ, കുടിക്കാൻ തക്കവിധം കൃപ ഞങ്ങൾക്ക് തരണേ. ദൈവജനമേ, കർത്താവ് തരുന്ന പാനപാത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയാനാകരുതേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും. പിന്നെയോ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പാനപാത്രം, എനിക്ക് ഭയമുണ്ട്, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, എൻ്റെ നൊമ്പരം എന്നെ തകർത്ത് കളയുന്നുണ്ട്, കനൽ വഴിയിലാണ് ഞാൻ നടക്കുന്നത്. പക്ഷെ കർത്താവേ, നീ തരുന്ന ഈ കൈപ്പേറിയ പാനപാത്രം കണ്ണടച്ച് മട്ടോളം കുടിച്ചു തീർക്കുവാൻ തക്കവിധം ഒരു അധിക കൃപ എനിക്ക് തരണ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായവനെ, ഏദൻ തോട്ടത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ ഗത്സമൻ തോട്ടത്തിൽ വീണ്ടെടുത്തവനെ, ഈശോ, നിന്നെപ്പോലെ ദൈവതിരിഹിതത്തോട് ഞങ്ങളെയും ചേർത്തു വയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.